പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി ഒരു പങ്കാളിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒരു പുതിയ പങ്കാളിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോംപ്രിഹെൻസീവ് ടൈപ്പ് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിന് പുറമെ ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ ആവശ്യപ്പെടാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ പങ്കാളിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത്തരം പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റും എങ്ങനെ തയ്യാറാക്കാം എന്ന് ചർച്ച ചെയ്യുകയാണ്. ആദ്യമായി ഒരു പങ്കാളിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിലേക്ക് പുതുതായി ഒരു പങ്കാളിക്ക് പ്രവേശനം നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നു. ആ റീവാലുവേഷൻ അക്കൗണ്ടിന് പുറമെ പഴയ പങ്കാളികളുടേതും പുതിയ പങ്കാളിയുടേതും അടക്കം എല്ലാ പങ്കാളികളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഒരു എല്ലാ പങ്കാളിയുടേതും അടക്കമുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പുതുതായി പങ്കാളിക്ക് പ്രവേശനം നൽകിയതിന് ശേഷം തയ്യാറാക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും ഏതെല്ലാം ഐറ്റങ്ങളാണ് രേഖപ്പെടുത്തുക എന്നും അവ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, അത്തരം ഐറ്റം എവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഒരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റും ഡെബിറ്റും ചെയ്യുന്ന ഐറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് അവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിലും പുതുതായി ഒരു പങ്കാളിക്ക് കൂടി പ്രവേശനം നൽകിയതിനു ശേഷം തയ്യാറാക്കുന്ന പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാധാരണ ഡെബിറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് ചെയ്യുന്നതുമായ ഐറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് വിശദമായി നമുക്ക് ചർച്ച ചെയ്ത് മനസ്സിലാക്കാം. ഒരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യമായി രേഖപ്പെടുത്തുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം രേഖപ്പെടുത്തുക. ഈ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? നിങ്ങൾക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ നിന്നും നിങ്ങൾക്ക് പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ഒരു ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതായത് AB 2 ഓൾഡ് പാർട്ട്നേഴ്സും അവർ പുതുതായി C എന്ന പുതിയ പങ്കാളിക്ക് പ്രവേശനം നൽകുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് AB ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്, C ആണ് പുതിയ പങ്കാളി. അപ്പോൾ ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത് പഴയ പങ്കാളികളായിട്ടുള്ള Aയും Bയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അത് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റർ ചെയ്തുകൊണ്ട് എയുടെയും ബിയുടെയും കോളത്തിന് നേരെ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് രേഖപ്പെടുത്തുന്നു. അടുത്തതായി പുതിയ പങ്കാളി ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. പുതിയ പങ്കാളി ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ന്യൂ പാർട്ണർ. പുതിയ പങ്കാളി കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണെന്നും എവിടെ നിന്ന് മനസ്സിലാക്കാം? തന്നിട്ടുള്ള പ്രോബ്ലത്തിലെ
ബാലൻസ് ഷീറ്റിന് പുറമേ നൽകുന്ന അഡ്ജസ്റ്റ്മെന്റിൽ മിക്കവാറും തുടക്കത്തിൽ തന്നെ പുതിയ പങ്കാളി കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണെന്നും അയാൾ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എത്രയാണെന്നും വ്യക്തമായി നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് പുതിയ പങ്കാളി കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുതിയ പങ്കാളി ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ പുതിയ പങ്കാളി ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ തുക ആരുടെ കോളത്തിന് നേരെയാണ് രേഖപ്പെടുത്തേണ്ടത്? സി എന്ന് പറഞ്ഞാൽ പുതിയ പങ്കാളിയുടെ കോളത്തിന് നേരെയാണ് രേഖപ്പെടുത്തുന്നത്. അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലാണ്. അപ്പോൾ എയുടെയും ബിയുടെയും കോളത്തിന് നേരെ ഒന്നും രേഖപ്പെടുത്തേണ്ടതില്ല. പുതിയ പങ്കാളി ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് പുറമെ അയാൾ നിർബന്ധമായും ഗുഡ്വില്ലിൻ്റെ ഓഹരി കൂടി കൊണ്ടുവരണം. അപ്പോൾ ഇനി അടുത്തതായി ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് ഷെയർ ഓഫ് ഗുഡ്വിൽ ബ്രോഡ് ബൈ ദി ന്യൂ പാർട്ട്ണർ. പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വില്ലാണ്. അപ്പോൾ പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വില്ലിൻ്റെ ഓഹരി ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെ അവർക്ക് വിതരണം ചെയ്തു. ഏത് റേഷ്യോയിലാണ്? ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വിൽ പഴയ പങ്കാളികൾക്ക് അവരുടെ സാക്രിഫൈസ് റേഷ്യോയിൽ വീതിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിരുന്നു. ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്യുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് ഈ കൊണ്ടുവന്ന ഗുഡ്വിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം? നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ബാലൻസ് ഷീറ്റിന് തൊട്ടു താഴെ നൽകിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വില്ലിനെ കുറിച്ച് അത് എത്രയാണെന്ന് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ആ കൊണ്ടുവന്ന ഗുഡ്വിൽ പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്യണം. അത് ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസ് റേഷ്യോയിലാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരിക, ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തി, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ഗുഡ്വിൽ എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തേണ്ടി വരും. അപ്പോൾ രേഖപ്പെടുത്തുമ്പോൾ ആരുടെയൊക്കെ കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്? പഴയ പങ്കാളികളുടെ. അതുകൊണ്ടാണ് ഇവിടെ എയുടെയും ബിയുടെയും കോളത്തിൽ മാത്രമേ രേഖപ്പെടുത്താവൂ. കാരണം പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വിൽ പഴയ പങ്കാളികൾക്ക് അവരുടെ സാക്രിഫൈസ് റേഷ്യോയിൽ വിതരണം ചെയ്യുകയാണ്. ഇനി ഇങ്ങനെ കൊണ്ടുവന്ന ഗുഡ്വിൽ പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ നമ്മൾ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വിശദീകരിച്ചിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ഗുഡ്വിൽ പഴയ പങ്കാളികൾ പിൻവലിക്കാറുണ്ട്. ആ പിൻവലിക്കുന്നത് ഒന്നുകിൽ മുഴുവനായോ ഭാഗികമായോ പിൻവലിക്കാം. ദാറ്റ് ഈസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ബ്രോഡ് ബൈ ദി ന്യൂ പാർട്ട്ണർ വിഡ്രോൺ ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഐദർ ഫുള്ളി ഓർ പാർട്ട്ലി. ഒന്നുകിൽ മുഴുവനായോ ഭാഗികമായോ അവർ പിൻവലിക്കാറുണ്ട്. അങ്ങനെ പിൻവലിക്കുന്നതിനെ കുറിച്ചും ഇവിടെ വിവരം നൽകിയിട്ടുണ്ടാവും. അഡ്ജസ്റ്റ്മെന്റിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ നിന്നത് മനസ്സിലാക്കാം. അങ്ങനെ കൊണ്ടുവന്ന ഗുഡ്വിൽ, പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വിൽ പഴയ പങ്കാളികൾ പിൻവലിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു, ഇനി അതിൻ്റെ മുഴുവനായോ ഭാഗികമായോ പിൻവലിക്കുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ജേണൽ എൻട്രി? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ്. അപ്പോൾ അത്തരം കേസിൽ ഇതിൻ്റെ എവിടെയാണ് രേഖപ്പെടുത്തുക? അങ്ങനെ പിൻവലിക്കുകയാണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ആരാണ് പിൻവലിക്കുക? പഴയ പങ്കാളികളാണ്. ആയതുകൊണ്ട് എയുടെയും ബിയുടെയും കോളത്തിന് നേരെയേ ആ തുക രേഖപ്പെടുത്താവൂ. സിക്ക് അതുമായിട്ടൊരു ബന്ധവും ഇല്ല. അതായത് പഴയ പങ്കാളികൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ഗുഡ്വില്ലിൻ്റെ ഓഹരി മുഴുവനായോ ഭാഗികമായോ പിൻവലിക്കുമ്പോഴാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ടുള്ള ജനറൽ റിസർവ്, അല്ലെ ജനറൽ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ റിസർവ് എന്നീ രീതിയിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണാം. അങ്ങനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് എന്നോ റിസർവ് ഫണ്ട് എന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വല്ലതുമുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് മനസ്സിലാക്കി അത് പഴയ പങ്കാളികൾക്ക് അവരുടെ പഴയ റേഷ്യോയിൽ വിതരണം ചെയ്യണം. അപ്പോൾ വിതരണം ചെയ്യുമ്പോൾ ജേണൽ എൻട്രി മുമ്പ് പഠിച്ചിട്ടുണ്ട്.
റിസർവ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ജനറൽ റിസർവ് എവിടെ രേഖപ്പെടുത്തും? ക്രെഡിറ്റ് സൈഡിൽ ബൈ ജനറൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തും. അത് ആർക്കാണ് വിതരണം ചെയ്യുക? പഴയ പങ്കാളികൾക്കാണ്. ആയതുകൊണ്ടാണ് എയുടെയും ബിയുടെയും കോളത്തിൽ മാത്രം ആ എമൗണ്ട് രേഖപ്പെടുത്തുന്നത്. അത് സിക്ക്, പുതിയ പങ്കാളിക്ക് അതിന് അവകാശമില്ല. അപ്പൊ ഇതെന്താണ്? ജനറൽ റിസർവ്, അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്തതാണ്. ഇത് ഏത് അനുപാതത്തിലാണ്? ഓൾഡ് റേഷ്യോയിലാണ്. എന്നാൽ ഗുഡ്വിൽ ഏത് അനുപാതത്തിലാണ്? സാക്രിഫൈസ് റേഷ്യോയിലാണ്. മറന്നു പോകരുത്. അപ്പോൾ ജനറൽ റിസർവ് എവിടെ നിന്ന് മനസ്സിലാക്കാം? തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി. ഇനി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ മറ്റൊരു ഐറ്റം ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ഏതാണത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, എല്ലാ പ്രോബ്ലത്തിലൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എവിടെ വേണം? ബാലൻസ് ഷീറ്റിന്റെ, തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊരു ഐറ്റം ഉണ്ടെങ്കിൽ അതും പഴയ പങ്കാളികൾക്ക് പഴയ റേഷ്യോയിൽ വിതരണം ചെയ്യണം. അപ്പോൾ അതും എങ്ങനെ ചെയ്യാം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? പഴയ പങ്കാളികൾക്ക് അവരുടെ പഴയ റേഷ്യോയിലാണ് വിതരണം ചെയ്യുക. ഓക്കെ. അപ്പോൾ ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇനി നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് പോലെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? അക്യുമുലേറ്റഡ് ലോസ്. അത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എല്ലാ അസറ്റും ഉണ്ടാവും അല്ലേ? ആ അസറ്റ് സൈഡിൽ എന്ത് കാണുകയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊരു ഐറ്റം കാണുകയാണെങ്കിൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് അക്യുമുലേറ്റഡ് ലോസ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആണത്. അപ്പൊ അതെന്താണ്? പ്രോഫിറ്റ് അല്ല, അക്യുമുലേറ്റഡ് ലോസ് ആണ്. എവിടെയാണെങ്കിൽ? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഒരു ഐറ്റം അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിന്റെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതെന്താണ്? അക്യുമുലേറ്റഡ് ലോസ് ആണ്. അതും പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഏത് റേഷ്യോയിൽ? പഴയ റേഷ്യോയിൽ. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഒക്കെ ക്രെഡിറ്റ് ചെയ്യുക ചെയ്ത് ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അക്യുമുലേറ്റഡ് ലോസ് എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ഉണ്ട്. ഡെബിറ്റ് സൈഡിലുള്ളത് ലോസും ക്രെഡിറ്റ് സൈഡിലുള്ളത് പ്രോഫിറ്റുമാണ്. അപ്പോൾ ഇതിന്റെ ജേണൽ എൻട്രി ഒക്കെ മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് ലോസും നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എങ്ങനെയാണെന്ന് അതിന്റെ ജേണൽ എൻട്രി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഐറ്റമാണ് റീവാലുവേഷൻ പ്രോഫിറ്റ്. ഇനി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കി. ആ റീവാലുവേഷൻ അക്കൗണ്ടിന് പ്രോഫിറ്റ് ആണെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ആണെങ്കിലോ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റീവാലുവേഷൻ. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തും. അപ്പോൾ നോക്കൂ, ബൈ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തും. അത് ആരുടെ കോളത്തിലേ ഉള്ളൂ? എ ബി എന്ന് പറഞ്ഞാൽ പഴയ പങ്കാളികളുടെ കോളത്തിൽ അത് രേഖപ്പെടുത്താവൂ. കാരണം അവർക്കാണ് അത് അവകാശപ്പെട്ടത്. ഏത് റേഷ്യോയിലാണ്? പഴയ റേഷ്യോയിൽ. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഇനി ലോസ് ആണെങ്കിലോ? റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ നമുക്കറിയാം അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. അപ്പോൾ രണ്ടും ഒരേ സമയം ഉണ്ടാവുമോ? ഒരിക്കലും സംഭവിക്കില്ല. ഒന്നുകിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റീവാലുവേഷൻ ലോസ്. അപ്പോൾ റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതും ആർക്കിന്റെ കോളത്തിലേ രേഖപ്പെടുത്തുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ്, പ്രധാനമായും നമുക്ക് സാധാരണ ഒരു പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഐറ്റങ്ങളെല്ലാം ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പുതിയ പങ്കാളിക്ക് പ്രവേശനം നൽകിയതിന് ശേഷം പങ്കാളികൾ അവരുടെ ക്യാപിറ്റൽ
അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ക്രമീകരിക്കാൻ വേണ്ടി തീരുമാനിക്കാറുണ്ട്. പുതിയ പങ്കാളികളുടെ കൊണ്ടുവന്ന ക്യാപിറ്റലിനനുസരിച്ച് പഴയ പങ്കാളികൾ അവരുടെ ക്യാപിറ്റലും ഒന്ന് പുനഃക്രമീകരിക്കാൻ വേണ്ടി, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കാറുണ്ട്. അത്തരം ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഇനി നമ്മൾ അടുത്ത തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിശദീകരിക്കും. അത്തരം ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് സമയത്ത് പുതിയ പങ്കാളികളുടെ ക്യാപിറ്റലിൽ കുറവുണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്നു. അവരുടെ നിലവിലുള്ള ക്യാപിറ്റൽ കുറവാണെങ്കിൽ അവർ ആ കുറവ് നികത്താൻ വേണ്ടി കൊണ്ടുവരുന്നു. അവരുടെ നിലവിലുള്ള ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ ആ കൂടുതലുള്ള ക്യാപിറ്റൽ അവർ പിൻവലിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം കേസ് കൂടിയാണ് ഇനി ഇതിൽ പരമാവധി വരാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ്, ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ് അറ്റ് ദി ടൈം ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന്റെ സമയത്ത് പഴയ പങ്കാളികളുടെ ക്യാപിറ്റലിൽ വല്ല കുറവുണ്ടെങ്കിൽ അവർ ആ കുറവ് നികത്താൻ വേണ്ടി വീണ്ടും പണം കൊണ്ടുവരും. അപ്പോൾ ക്യാപിറ്റൽ വീണ്ടും കൊണ്ടുവരുമ്പോൾ ജനറലി ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തും. വളരെ റെയർ കേസിലേ അത് ഉണ്ടാവാറുള്ളൂ. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കൂടി ഉണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരു ഐറ്റം രേഖപ്പെടുത്തേണ്ടി വരാറുള്ളൂ. ഇനി ക്യാപിറ്റലിൽ കുറവാണെങ്കിലാണ് അവർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇനി ക്യാപിറ്റൽ പുനഃക്രമീകരിക്കുമ്പോൾ, അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ കൂടുതലാണെങ്കിലോ ആ കൂടുതലുള്ള ക്യാപിറ്റൽ അവർ പിൻവലിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി സർപ്ലസ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ വിഡ്രോൺ ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ്, പഴയ പങ്കാളികൾ അത് പിൻവലിക്കാറുണ്ട്. അതിൻ്റെ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിലായി എഴുതുക ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ അതെന്താണ്? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന്റെ സമയത്ത് പഴയ പങ്കാളികൾ അവരുടെ ക്യാപിറ്റലിൽ അധികമുള്ളത് പിൻവലിക്കുന്നതാണ്. അപ്പം ഇത്രയും ഐറ്റങ്ങളാണ് പരമാവധി സാധാരണ ഒരു പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഉണ്ടാവാറുള്ളത്. ഒരു സാധാരണ ലഭിക്കുന്ന പ്രോബ്ലങ്ങളിലുള്ള ഐറ്റങ്ങളെല്ലാം ഞാനിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഉണ്ടാകാവൂ എന്നൊന്നുമില്ല. അതിൽ കോംപ്ലിക്കേറ്റഡ് ആയുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ചില ഐറ്റങ്ങളൊക്കെ കൂടിയൊക്കെ വന്നേക്കാം. എങ്കിലും പരമാവധി വരാകുന്ന ഐറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ മാതൃക തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ കൂടുതലും ഡെബിറ്റ് സൈഡിൽ കുറവായിരിക്കും. അപ്പോൾ ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ബാലൻസ് നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണിത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടുന്ന് നമ്മൾ കണ്ടെത്തി? ഓരോ പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇത്. ഈ ക്ലോസിംഗ് ബാലൻസ് പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അതായത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ ആ ബാലൻസ് ആണ്. ഇനി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. നമ്മൾ നോക്കൂ, ഇവിടെ സാധാരണ ഇത്തരം ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ പുതിയ പങ്കാളികളുടെ കോളത്തിൽ ഒരൊറ്റ ഐറ്റമേ സാധാരണ രേഖപ്പെടുത്തിയുള്ളൂ അല്ലേ? പുതിയ പങ്കാളി കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണ് അല്ലേ? സാധാരണ അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. ബാക്കിയെല്ലാം പഴയ പങ്കാളികളുടെ കോളത്തിലാണ് രേഖപ്പെടുത്തിയത്. അതെല്ലാം ഒന്ന് ലോജിക്കലായിട്ട് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപകരിക്കും. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ന്യൂ ബാലൻസ് ഷീറ്റ്. പുതിയ പങ്കാളിക്ക് പ്രവേശനം നൽകിയതിന് ശേഷം അയാളുടെ വിവരങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ബിസിനസ്സിൻ്റെ അസറ്റും ലയബിലിറ്റിയും ഒക്കെ റീവാല്യൂ ചെയ്ത് പുതിയ വിലയൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ സഹായകമായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരു പഴയ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ പഴയ ബാലൻസ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് ഒരു പ്രത്യേക ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് തയ്യാറാക്കാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിൽ അതിനെ വിശദീകരിക്കുകയാണ് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്.
അപ്പോൾ ഒരു പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ വിട്ടുപോവാതിരിക്കാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായി ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ടാവും. അതിൽ പഴയ ബാലൻസ് ഷീറ്റിൽ ഒരു ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ടിൽ എപ്പോഴും ഒരു അഡ്മിഷൻ സമയത്ത് മാറ്റമുണ്ടാവും പുതിയ ബാലൻസ് ഷീറ്റിൽ. പുതിയ ബാലൻസ് ഷീറ്റിൽ ആ ഓൾഡ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡിനോട് കൂടി പിന്നീട് നമ്മളെ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നത് ഏതൊക്കെ രൂപത്തിലാണ്? പുതിയ പങ്കാളി ക്യാപിറ്റൽ കൊണ്ടുവരും, അല്ലേ? പുതിയ പങ്കാളി ഗുഡ്വില്ലും കൊണ്ടുവരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതിനോടുകൂടി ആഡ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിൽ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പഴയ ബാലൻസിനോട് കൂടി പുതിയ പങ്കാളി കൊണ്ടുവന്ന ക്യാപിറ്റലും പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വില്ലും ആഡ് ചെയ്താൽ കിട്ടുന്ന തുകയായിരിക്കും ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിൽ എപ്പോഴും ഒരു പഴയ ബാലൻസ് ഷീറ്റിലെ ആ തുക എഴുതാൻ കഴിയില്ല. അതിനോടുകൂടി ഏതുകൂടി ആഡ് ചെയ്യാനുണ്ടാവും? പുതിയ പങ്കാളി കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണെങ്കിൽ ആ തുകയും പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വില്ലിൻ്റെ എമൗണ്ടും. ഇനി ചിലപ്പോൾ കൊണ്ടുവന്ന ഗുഡ്വിൽ അവർ പിൻവലിക്കുന്നുണ്ടെങ്കിൽ, ആ കൊണ്ടുവന്ന ഗുഡ്വിൽ പിൻവലിക്കാറുണ്ട്. അങ്ങനെ ഗുഡ്വിൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ ആ പിൻവലിച്ച തുക എത്രയാണെങ്കിൽ അത് കുറക്കണം. അപ്പോൾ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്നും കൊണ്ടുവന്ന ഗുഡ്വില്ലിന് ശേഷം പിന്നെ അവരെന്തെങ്കിലും എത്ര തുക പിൻവലിക്കുന്നെങ്കിൽ കുറക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ബാങ്കിൽ വരുന്ന ഐറ്റം എന്തൊക്കെയാണ്? പഴയ ബാലൻസ്, അതിനോടുകൂടി പുതിയ പങ്കാളി കൊണ്ടുവന്ന ക്യാപിറ്റലും പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ്വില്ലും നമ്മൾ ആഡ് ചെയ്യണം. ചില അവസരങ്ങളിൽ പഴയ പങ്കാളികൾ അവരുടെ ഗുഡ്വില്ലിൻ്റെ ഓഹരി പിൻവലിക്കുന്നുണ്ടെങ്കിൽ ആ തുക കുറക്കുകയും വേണം. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾക്ക് ഓരോ അസറ്റുകളും രേഖപ്പെടുത്തണം. ആ അസറ്റുകൾ രേഖപ്പെടുത്താൻ ആദ്യം നമുക്ക് എവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി? പഴയ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കുക. അതിൻ്റെ അസറ്റ് സൈഡിലെ ഓരോ ഐറ്റവും നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ ഐറ്റത്തിലും വല്ല ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടെങ്കിൽ, ഇൻക്രീസ് ഉണ്ടെന്ന് വിചാരിക്കാം. വെൻ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിൻ്റെ വിലയിൽ വർധനമുണ്ടെങ്കിൽ അത് എവിടുന്ന് മനസ്സിലാക്കാം? ബാലൻസ് ഷീറ്റിൻ്റെ തൊട്ടു താഴെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. ആ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും, ഇന്ന അസറ്റിൽ ഇത്ര രൂപ വർധനമുണ്ടായി എന്നൊക്കെ. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ട തുക ആ പഴയ വാല്യൂവിനോട് കൂടി എത്രയാണോ കൂടിയത് അതുകൂടി കൂട്ടിയ തുകയാണ് പുതിയ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ പുതിയ വില തന്നിട്ടുണ്ടെങ്കിൽ ആ വിലയാണ് രേഖപ്പെടുത്തുന്നത്. ഒന്നുകിൽ പുതിയ വില തന്നിട്ടുണ്ടാവും. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പഴയ വില 10,000, പുതിയ വില 12,000 എങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണ്? 12,000. അല്ലെങ്കിൽ എങ്ങനെ തന്നിട്ടുണ്ടാവും? ബിൽഡിങ്ങിൻ്റെ വില 10,000, ബിൽഡിങ്ങിൻ്റെ വിലയിൽ 5,000 രൂപ കൂടി. അപ്പം എന്താണ്? 10,000 പ്ലസ് 5,000 15,000. ആ രീതിയിലാണ് നമ്മൾ അസറ്റ് രേഖപ്പെടുത്തുക. അത് ഓരോ അസറ്റിൻ്റെയും പുതിയ വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇത് അസറ്റിൻ്റെ വിലയിൽ വർധനവുണ്ടാകുമ്പോൾ. ഇനി അസറ്റിൻ്റെ വിലയിൽ കുറവുണ്ടാവാറുണ്ട്. അപ്പോൾ ഡിക്രീസ് ഇൻ ദി വാല്യൂ അസറ്റ്, അസറ്റിൻ്റെ വിലയിൽ കുറവുണ്ടാകുമ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അതിൻ്റെ പഴയ വിലയിൽ നിന്ന് എത്രയാണോ കുറവുണ്ടായത് അത് കുറച്ച തുകയാണ് നമ്മൾ എവിടെ രേഖപ്പെടുത്തേണ്ടത്? അസറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അതായത് സാധാരണ ഇങ്ങനെ രേഖപ്പെടുത്തും: അസറ്റ്, ഇപ്പോൾ ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, അതിൻ്റെ പഴയ വില പഴയ ബാലൻസ് ഷീറ്റിൽ, ലെസ് ഡിപ്രീസിയേഷൻ, അത് കഴിച്ച തുകയാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുക. ചിലപ്പോൾ എന്ത് തന്നിട്ടുണ്ടാവും? ഡിപ്രീസിയേഷനിലെ പുതിയ വില തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ പഴയ വില 12,000, പുതിയ വില 9,000 എന്ന് രേഖപ്പെടുത്തിയാൽ നമ്മൾ 12,000 നിന്ന് ഇപ്പോൾ 9,000 ആണെങ്കിൽ ആ 9,000 രേഖപ്പെടുത്തിയാൽ മതി. അല്ലെങ്കിൽ 12,000 കുറക്കണം 3,000 അങ്ങനെ എഴുതിയിട്ട് 9,000 എന്ന് വേണമെങ്കിൽ അങ്ങനെയും രേഖപ്പെടുത്താം. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വർദ്ധിച്ച തുക അടക്കം എഴുതണം. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ കുറവ് അത് കുറച്ചതിന് ശേഷമുള്ള തുകയാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ സാധാരണ അസറ്റ് സൈഡിൽ വരാവുന്ന ഐറ്റം പ്രധാനപ്പെട്ടതെല്ലാം പറഞ്ഞു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ വല്ല അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് ചർച്ച ചെയ്തു, അല്ലേ? അപ്പോൾ അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഉണ്ടെങ്കിൽ ആ ഐറ്റവും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്, മറന്നു പോകരുത്. അപ്പോൾ ഒരു പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിലും ഉറപ്പായിട്ടും മാറ്റമുണ്ടാവും. അസറ്റ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ വില എഴുതണം.
കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ കുറഞ്ഞത് അത് കുറച്ചതിന് ശേഷമുള്ള തുകയാണ് എഴുതേണ്ടത്. അൺറെക്കോർഡ് അസറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തതാണ് അൺറെക്കോർഡ് അസറ്റ്, പുതുതായി കണ്ടെത്തിയതാണ്, അത് പുതിയ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വല്ല അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അസറ്റ് സൈഡിൽ പഴയ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതെന്താണ്? അക്യുമുലേറ്റഡ് ലോസ് ആണ്. അത് പഴയ പങ്കാളികൾക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പിന്നെ പുതിയ ബാലൻസ് ഷീറ്റിൽ അത് ഉൾപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം ശ്രദ്ധിക്കണം. പഴയ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊരു ഐറ്റം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്? പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പഴയ റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു, അതിൻ്റെ ആ അക്യുമുലേറ്റഡ് ലോസ് അവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പുതിയ ബാലൻസ് ഷീറ്റിൽ അത് ഉൾപ്പെടുത്താൻ പാടില്ല. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ എന്തൊക്കെ രേഖപ്പെടുത്തുക? ലാബിലിറ്റി ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടെങ്കിൽ അപ്പോൾ ആ പുതിയ വിലയാണ് ലാബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ അത് അങ്ങനെയൊക്കെ ഓരോന്നിൻ്റെയും ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വില എന്താണോ അതാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ ഓരോ ലാബിലിറ്റീസിൻ്റെയും പുതിയ വില രേഖപ്പെടുത്തുക. അപ്പോൾ ചില ഐറ്റത്തിൻ്റെ വിലയിൽ വർധനവും ഉണ്ടായിട്ടില്ല, കുറവും ഉണ്ടായിട്ടില്ല എങ്കിൽ ആ പഴയ വില അതേപോലെ രേഖപ്പെടുത്താം. അപ്പോൾ അസറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എല്ലാ അസറ്റിൻ്റെയും വിലയിൽ വർധനവോ കുറവോ ഉണ്ടാവണമെന്നില്ല. ഒരു അസറ്റിൻ്റെ വിലയിൽ വർധനവും ഇല്ല, കുറവും ഇല്ല, ഒന്നും പറയുന്നില്ല വിചാരിക്കാം. എങ്കിൽ ആ തുക പഴയ ബാലൻസ് ഷീറ്റിൽ അതേ തുക തന്നെ പുതിയ ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ലാബിലിറ്റിയുടെ ഇൻക്രീസും ഡിക്രീസും ഉണ്ടെങ്കിൽ അതിൻ്റെ പുതിയ വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. പിന്നീടോ അൺറെക്കോർഡ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ അത് എവിടുന്ന് മനസ്സിലാക്കാം? അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ അൺറെക്കോർഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഐറ്റം ഉണ്ട്, അല്ലെങ്കിൽ അൺറെക്കോർഡ് ലാബിലിറ്റി ഫോർ ഡാമേജസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അൺറെക്കോർഡ് ലാബിലിറ്റി അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണുകയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. പലപ്പോഴും നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലി ആവാതിരിക്കും. അതിൻ്റെ ഒരു കാരണം ഇത്തരത്തിലുള്ള അൺറെക്കോർഡ് അസറ്റോ ലാബിലിറ്റിയോ ഒക്കെ നമ്മൾ രേഖപ്പെടുത്താൻ വിട്ടുപോയതായിരിക്കും. അപ്പോൾ അത് രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ അൺറെക്കോർഡ് ലാബിലിറ്റീസ് രേഖപ്പെടുത്തുക. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് ലാബിലിറ്റിയും അൺറെക്കോർഡ് ലാബിലിറ്റിയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ അത് എവിടുന്ന് മനസ്സിലാക്കാൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. നമ്മൾ പുതിയ പങ്കാളിയുടേതടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്ന ആ ബാലൻസ് ആണ് ക്ലോസിംഗ് ബാലൻസ്. ആ ക്ലോസിംഗ് ബാലൻസിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ പഴയ പങ്കാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പുതിയ ബാലൻസ് ഷീറ്റിൽ ആര് കൂടി ഉൾപ്പെടുത്തണം? പുതിയ പങ്കാളിയെ കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ ഉദാഹരണം എയും ബി ആണ് പഴയ പങ്കാളി, സി എന്ന പുതിയ പങ്കാളി. അപ്പോൾ പുതിയ പങ്കാളിയുടേതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എങ്ങനെ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാമെന്ന് ഞാൻ വിശദീകരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സ്റ്റെപ്പുകളൊന്നും ഒരു ടെക്സ്റ്റ് ബുക്കിലും പ്രതിപാദിക്കുന്നില്ല. എങ്കിലും നമ്മൾ ഇത് തയ്യാറാക്കാൻ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. അതിനുവേണ്ടിയാണ് ഒരു പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ പഴയ ബാലൻസ് ഷീറ്റ് നോക്കി അതേ ഐറ്റങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അതിന് പുറമെ ചിലപ്പോൾ അൺറെക്കോർഡ് അസറ്റ് ഉണ്ടെങ്കിൽ അസറ്റ് സൈഡിലും അൺറെക്കോർഡ് ലാബിലിറ്റി ഉണ്ടെങ്കിൽ ലാബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തേണ്ടി വരും. ഇനി അതിന് പുറമെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് അസറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ പുതിയ ബാലൻസ് ഷീറ്റിൽ അത് ഉൾപ്പെടുത്തരുത്. അതേപോലെ തന്നെ ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് പഴയ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലുണ്ടാവും. അത് പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ പുതിയ ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും അത് ഉൾപ്പെടുത്തരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം. പഴയ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ റിസർവോ ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മളെന്താണ്? അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. അത് പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു. അത് പിന്നീട് പുതിയ ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അഡ്മിഷൻ സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കേണ്ടത് എന്നാണ് വിശദീകരിച്ചത്. അപ്പോൾ ഇതിലൂടെ
ഒരു കോംപ്രിഹെൻസീവ് ടൈപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, അതായത് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം. ആ രീതിയിലാണ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ നമ്മൾ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ചർച്ച ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി ഉന്നയിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.